പരീക്ഷാ കോച്ചിംഗ് മേഖലയെ നിയന്ത്രിക്കാനൊരുങ്ങി കേന്ദ്ര സർക്കാർ. കോച്ചിംഗ് സെന്ററുകൾ നിയന്ത്രിക്കുന്നതിന് നിയമം കൊണ്ടുവരും. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം രൂപീകരിച്ച 9 അംഗ സമിതിയുടേതാണ് ശുപാർശ. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് അച്യുതൻ ചേരുന്നു. അച്യുതൻ, നീറ്റ് പ്രവേശന പരീക്ഷയുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ തോതിലുള്ള ആരോപണങ്ങൾ ഈ പരീക്ഷാ പരിശീലന കേന്ദ്രങ്ങൾ നേരിട്ടതാണ്. ഇപ്പോഴിതാ ഈ പരിശീലന കേന്ദ്രങ്ങളെ നിയന്ത്രിക്കുന്നതിന് കേന്ദ്ര സർക്കാർ നിയമം കൊണ്ടുവരാൻ പോകുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, ഈ വിദ്യാർത്ഥികളുടെ ആത്മഹത്യ, അതുപോലെ തന്നെ ഈ പരീക്ഷാ സമയത്ത് നേരിടുന്ന സമ്മർദ്ദം, ഒപ്പം തന്നെ ചില സ്വകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന തുടർച്ചയായിട്ടുള്ള വീഴ്ച, ഇതെല്ലാം പരിശോധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരം ഈ കോച്ചിംഗ് മേഖലയെ നിയന്ത്രിച്ചുകൊണ്ടൊരു ചട്ടക്കൂട്, നിയമചട്ടക്കൂട് രൂപീകരിക്കാനുള്ള നീക്കം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അതായത് വിദ്യാഭ്യാസ മന്ത്രാലയം ഇതിനായി ഒരു 9 അംഗ സമിതിയെ രൂപീകരിച്ചിരുന്നു. ഈ 9 അംഗ സമിതിയുടെ ശുപാർശയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും അതിൽ പറയുന്നത് വിദ്യാർത്ഥികളുടെ സുരക്ഷ, ഒപ്പം തന്നെ സ്ഥാപനങ്ങളുടെ സുതാര്യത കണക്കിലെടുത്തുകൊണ്ടൊരു നിയമം ഇതിന് അനിവാര്യമാണ്. പല കോച്ചിങ് സെൻ്ററുകളും തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ ഇതിന് ഈ പിഴ ഈടാക്കിയത് കൊണ്ട് മാത്രം അതിനൊരു പരിഹാരമാകുന്നില്ല, മറിച്ചൊരു നിയമം വഴിയുള്ള നിയന്ത്രണം ഇതിന് ആവശ്യമെന്നാണ് ഈ ശുപാർശ പറയുന്നത്. ഒപ്പം തന്നെ പലയിടത്തും പ്രവർത്തിക്കുന്ന ഫാക്കൽറ്റി, അവരുടെ യോഗ്യത സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അത് ഉറപ്പാക്കണം. അതിലും ചില വീഴ്ചകൾ പറ്റിയിട്ടുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അന്തിമ റിപ്പോർട്ട് 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ കേന്ദ്ര സർക്കാരിന് കൈമാറും. തുടർന്നായിരിക്കും ഈ കോച്ചിങ് മേഖലയെ നിയന്ത്രിക്കുന്ന തരത്തിലൊരു നിയമം അത് കേന്ദ്ര സർക്കാർ കൊണ്ടുവരിക. അത് എല്ലാ വശവും പരിശോധിച്ചുകൊണ്ടായിരിക്കും നിലവിൽ ആ നിയമം രൂപീകരിക്കുക. ദിലീപ് കുമാർ, പരീക്ഷാ പരിശീലന കേന്ദ്രങ്ങളെ നിയന്ത്രിക്കുന്നതിന് കേന്ദ്ര സർക്കാർ നിയമം കൊണ്ടുവരുന്നു. ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന് അച്യുതൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.